എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം നമ്മുടെ ഉന്നത കുലജാതനെ പറ്റി ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഈ കലിംഗ സംവാദ പരിപാടികളിൽ സുരേഷ് ഗോപി ഉണ്ടാക്കുന്ന വൃത്തികെട്ട പരിപാടികളും വൃത്തികെട്ട നയങ്ങളും വൃത്തികെട്ട അഭിപ്രായങ്ങളും എല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസത്തെ കലിംഗ സമ്മേളനത്തിൽ വീണ്ടും ഈ വിവാദപരമായിട്ടുള്ള ഒരു പരാമർശവുമായിട്ട് അല്ലെങ്കിൽ മണ്ടത്തരവുമായിട്ട് സുരേഷ് ഗോപി രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, സുരേഷ് ഗോപി ഒരു തവണ ഒരു കാര്യം പറഞ്ഞിട്ട് അത് ഈ എയിംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒറ്റ തന്തയുള്ളൂ, ഞാൻ പറഞ്ഞ വാക്ക് മാറ്റി പറയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ എയിംസിൻ്റെ വിഷയം പറയുകയും അത് തൃശ്ശൂർ എയിംസ് വരുത്തും, ആലപ്പുഴയിൽ എയിംസ് വരുത്തും എന്നൊക്കെ പറഞ്ഞ ഒരു സുരേഷ് ഗോപി ആദ്യം തൃശ്ശൂർ വരുത്തും എന്നാണ് പറഞ്ഞത്. തൃശ്ശൂർ ഇരുന്നപ്പോൾ പറഞ്ഞത് തൃശ്ശൂർ വരുത്തും, എനിക്കൊരൊറ്റ തന്തയുള്ളൂ, അതിലൊരു മാറ്റം ഇല്ല എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴയിൽ എത്തിയപ്പോൾ നേരെ പ്ലേറ്റ് അങ്ങ് മാറ്റി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരെണ്ണമേ ഉള്ള രണ്ടെണ്ണം ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ കൈരളി TV ഓരോ മാധ്യമങ്ങളും സുരേഷ് ഗോപി ഒറ്റ തന്തയ്ക്ക് ജനിച്ചതാണെന്നുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത ഇടുകയുണ്ടായി. നമ്മളത് ചർച്ച ചെയ്തതുമാണ്. അപ്പോൾ ആലപ്പുഴയിൽ ചെല്ലുമ്പോൾ ആലപ്പുഴയിൽ എയിംസ്, തൃശ്ശൂർ ചെല്ലുമ്പോൾ തൃശ്ശൂർ എയിംസ്, ഇനി പാലക്കാട് ചെന്നാലോ അവിടെയും എയിംസ്. എത്ര എയിംസ് സ്ഥാപിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ചോദ്യം നമ്മളും പലപ്പോഴും ചോദിച്ചതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സുരേഷ് ഗോപി ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം, അതായത് ഞാൻ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനാണ്, പറയുന്ന വാക്കുകൾ മാറ്റി പറയുന്നൊരു സ്വഭാവം എൻ്റെ നിഘണ്ടുവിലോ എൻ്റെ അജണ്ടയിലോ എൻ്റെ സ്വഭാവത്തിലോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഞാൻ പറയുന്ന കാര്യങ്ങളെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ടാണ് പല ആളുകൾ ശ്രമിക്കുന്നത്. പ്രജകൾ എന്നുള്ള വാക്കുകൾ വളച്ചൊടിക്കുന്നു, ഈ രാജാവ് എന്ന് പറയുന്നൊരു നയമായിട്ട് പ്രഖ്യാപിക്കുന്നു, അങ്ങനെ പലരും പറയുന്നു. ഇതിനു വേണ്ടിയിട്ട് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ യൂട്യൂബ് അല്ലെങ്കിൽ അതുപോലെയുള്ള സോഷ്യൽ മീഡിയ വഴിയെല്ലാം തന്നെ അപകീർത്തികരമായിട്ടെല്ലാം പരാമർശിക്കുന്നു, പ്രകീർത്തിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ സംവാദ പരിപാടികളിൽ ഏറ്റവും കൂടുതൽ ഡയലോഗുകൾ കടന്നു പോകുന്നത്. അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് എനിക്ക് ഒരു വിരോധവുമില്ല. അയാൾ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്, അയാൾ നല്ല മനസാക്ഷിയുള്ളൊരു മനുഷ്യനാണ്. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സഹായ ഹസ്തങ്ങൾ അയാൾ നീട്ടിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും അയാൾ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം അയാളുടെ ഉള്ളിലുള്ള ഈ പറയുന്ന ജന്മി അല്ലെങ്കിൽ ഈ പറയുന്ന രാജാവാണെന്നുള്ളൊരു ബോധം, ആ ബോധം അങ്ങോട്ട് വലിയ രീതിയിൽ അങ്ങോട്ട് വമിക്കാൻ തുടങ്ങി പുറത്തേക്ക്. അങ്ങനെ വമിക്കുമ്പോഴാണ് ഇയാളെന്തോ വലിയ മറ്റേടത്തെ ഒരു രാജാവാണ്, ഉന്നത കുലജാതനാണെന്നുള്ളൊരു ചിന്താഗതി പുറത്തേക്ക് വരുന്നത്. ഞാൻ ഗോപി രാജാവാണ്, ഞാൻ ഉന്നത കുലജാതനാണ്, ഞാൻ വലിയ മറ്റേ ബ്രാഹ്മണൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലും പലരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സുരേഷ് ഗോപിയുടെ നയവും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സുരേഷ് ഗോപിയുടെ എല്ലാ പ്രവർത്തികൾക്കും വേണ്ടിയിട്ട് ഒരു സംഘി മിത്രിണി അല്ലെങ്കിൽ സംഗിണി പുള്ളിക്കാരി സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാനവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വിവാദമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുരേഷ് ഗോപി മെട്രോ ട്രെയിൻ സർവീസ് തൃശ്ശൂരിലേക്ക് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ആ ഒരു സംവാദ പരിപാടിയിൽ സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല, എനിക്കൊരൊറ്റ തന്തയുള്ളൂ, പറയുന്ന കാര്യങ്ങൾ ഞാൻ മാറ്റി പറയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഈ ഒരു പരിപാടി അല്ലെങ്കിൽ സംവാദം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപി അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യങ്ങളായിരുന്നു പലരും ഈ സമയത്ത് ചിന്തിച്ചത്. അതായത് ഇങ്ങനെ ഒരു കാര്യം സുരേഷ് ഗോപി ഒരിക്കലും പറയില്ല, പറഞ്ഞെങ്കിൽ അയാളൊന്ന് നടപ്പിലാക്കും എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു എല്ലാവർക്കും, നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു പോസ്റ്റ് ഞാൻ ഇന്ന് വേറെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു ഓൺലൈൻ മീഡിയയിൽ ഞാൻ കണ്ടത്, 2019 സുരേഷ് ഗോപി തൻ്റെ ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വിഷയം. അതിൽ പറഞ്ഞിരിക്കുന്നത്, ദൂരത്തെ കീഴടക്കലാണ് യാത്ര, യാത്ര ചെയ്യാനുള്ള യുദ്ധം നമ്മുടെ നിത്യജീവിതത്തിലെ തലവേദനയായി ഇന്നും അവശേഷിക്കുന്നു. തൃശ്ശൂർ എറണാകുളം യാത്രാ ദുരിതത്തിന് പരിഹാരമായി കൊച്ചി മെട്രോയെ തൃശ്ശൂരുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട്. ചെയ്യുമെന്നത് വെറും വാക്കല്ല, ചെയ്തിരിക്കും. കൊച്ചി മെട്രോയെ തൃശ്ശൂരുമായി ബന്ധിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് 2019 ഏപ്രിൽ 10 സുരേഷ് ഗോപി ജി ഈ ഒരു മെസ്സേജ് നമ്മുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2019 ശേഷം ഇത്രയും നാളുകൾ കഴിഞ്ഞ് 4-5 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സുരേഷ് ഗോപി ജിക്ക് ഓർമ്മയില്ല. ചെയ്യുമെന്ന് പറയുന്നത് വെറും വാക്കല്ല, ചെയ്തിരിക്കുമെന്നാണ് അതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് ബോൾഡായിട്ടൊരു ലെറ്റർ കൊടുത്തിരിക്കുന്നത്. എവിടെയാണ് സുരേഷ് ഗോപി ജി നിങ്ങൾ ബന്ധിപ്പിച്ചത്? എവിടെയാണ് നിങ്ങൾ ബന്ധിപ്പിക്കുമെന്ന് ഇപ്പോഴും പറയുന്നത്? നിങ്ങൾ തൃശ്ശൂർ ചെല്ലുമ്പോൾ തൃശ്ശൂരിന് എയിംസ്, ആലപ്പുഴയിൽ ചെല്ലുമ്പോൾ ആലപ്പുഴയ്ക്ക് എയിംസ്. ഇതിനെപ്പറ്റി എന്താണ് സംഘി മിത്രങ്ങൾക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. സുരേഷ് ഗോപിയുടെ പ്രജകളെന്ന് പറയുന്ന വാക്കിനെ അല്ല ഞങ്ങൾ ആരും എതിർക്കുന്നത്. ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക. സുരേഷ് ഗോപിയുടെ ഉള്ളിലുള്ള ഈ ജാതീയ ബോധത്തിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്, മതവർണ്ണ വിവേചനങ്ങൾക്കെതിരെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അങ്ങനെയുള്ള സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടാവും, പക്ഷെ ഞങ്ങൾ ഒരിക്കലും പറയില്ല നല്ല മനുഷ്യനാണെന്നുള്ളത്. ഒരു നല്ല മനുഷ്യൻ എപ്പോഴാണ് തൻ്റെ കൂടെയുള്ള സഹജീവികളോട് ഒരു സ്നേഹം പുലർത്തുമ്പോഴാണ് അയാൾ നല്ല മനുഷ്യൻ എന്ന് പറയാൻ സാധിക്കുക. അത് എന്ത് തരത്തിലുള്ള സ്നേഹമാണ്? അവരുടെ വസ്ത്രരീതിയോ അല്ലെങ്കിൽ അവരുടെ ശരീരമോ അല്ലെങ്കിൽ അവരുടെ നിറമോ അവരുടെ മതമോ അവരുടെ ജാതിയോ ഇതൊന്നും നോക്കിയല്ല സ്നേഹിക്കേണ്ടത്.
ആ ഒരു വ്യക്തി നമ്മുടെ മുൻപിൽ വരുമ്പോൾ ആ വ്യക്തി എന്തിനു വരുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി എങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് വരുന്നു, അത് ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു നല്ല മനുഷ്യനെന്ന് പറയാൻ സാധിക്കുക. അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു സ്നേഹത്തോടുള്ളൊരു വാക്കോ അല്ലെങ്കിൽ സ്നേഹത്തോടുള്ള ഒരു നോട്ടമോ മതി. എന്നാൽ സുരേഷ് ഗോപിക്ക് അതിനുള്ളൊരു കഴിവില്ല. അത് ഞാൻ 100% ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, അതിനുള്ളൊരു കഴിവ് സുരേഷ് ഗോപിക്കില്ല. പൂണൂലിട്ടതോ വെളുത്തതോ അല്ലെങ്കിൽ വെള്ള വസ്ത്രം ധരിച്ചു വരുന്ന ഒരാളുകളാണെങ്കിൽ, അതുമല്ല സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ, അവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി, യാതൊരു സംശയമില്ല. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണ്, വാക്ക് പാലിക്കും. കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. കേരളത്തിനൊരു എയിംസ് ഉണ്ടെങ്കിൽ അത് ആലപ്പുഴയ്ക്ക് തരണം എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റ തന്തയ്ക്കുണ്ടായതാണ്. ഇപ്പോഴും ഞാൻ മാറ്റിയിട്ടുണ്ട്. എയിംസിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്കത് കിട്ടും. രണ്ടാമത്തൊരു കാര്യം, ഒരിക്കലും തൃശ്ശൂരിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് ഞാനോ വാക്ക് പറഞ്ഞിട്ടേയില്ല. ഒരിക്കലും അങ്ങനെ ചോദിക്കരുത്. തൃശ്ശൂരിന് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ MP എന്ന നിലയ്ക്ക് എൻ്റെ അവകാശമാണത്, ഞാനത് ആവശ്യപ്പെടുകയും ചെയ്യും. പക്ഷേ കേരളത്തിന് ഒരു എയിംസേ ഉള്ളൂ എന്ന് നിശ്ചയിച്ചാൽ ഞാൻ യോഗ്യമായിട്ട് മലയാളിയായി പ്രവർത്തിക്കണം, കേരളീയനായി പ്രവർത്തിക്കണം. ആരാണ് അടിതെറ്റിക്കിടക്കുന്നത്? എൻ്റെ നോട്ടത്തിൽ വയനാട് പോലുമല്ല, ഇടുക്കിയും ആലപ്പുഴയും. പക്ഷെ ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് വെച്ച് ഫങ്ഷനാലിറ്റി നോക്കുമ്പോൾ പ്രവർത്തനത്തിന്റെ സാധ്യതകളാണ്. കണ്ടില്ലേ, ഇതിൽ അയാൾ പറയുന്നത് എനിക്ക് ഒറ്റ തന്തയുള്ളൂ, പറഞ്ഞ വാക്കുകൾ ഞാൻ പാലിക്കുമെന്നാണ്. പക്ഷെ സുരേഷ് ഗോപിജി ഈ മെട്രോയുടെ കാര്യം പറയുമ്പോൾ, എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ, അത് ഞാനൊന്നും ചോദിക്കുന്നില്ല. ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാനതൊന്നും ചോദിക്കുന്നില്ല. ഇനി ഞാൻ സംഗീമിത്രത്തിൻ്റെ ഒരു മെഴുകലുണ്ട്, സംഗീമിത്രിണി പുള്ളിക്കാരുടെ ഒരു മെഴുകലുണ്ട്. അത് ചാനലിൻ്റെ പേര് വന്നിട്ട് പബ്ലിക് ഒപ്പീനിയൻ എന്നാണ് ചാനലിൻ്റെ പേര്. അതിൽ കൂടിയാണ് ഈ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് മെഴുകുന്നത്. വെനൻ TV കഴിഞ്ഞാൽ പബ്ലിക് ഒപ്പീനിയൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതിൽ സുരേഷ് ഗോപിയെ പറ്റി ഭയങ്കര വെള്ളപൂശലാണ്. സുരേഷ് ഗോപി അങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചതാണ്. എല്ലാവരും സുരേഷ് ഗോപിയെ കരിവാരിത്തേക്കാനായിട്ട് ശ്രമിക്കുന്നു. അയാളുടെ ഉള്ളിലുള്ള മനുഷ്യത്വം ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര മെഴുകലാണ്. ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. എന്തായാലും തൃശ്ശൂരിലുള്ള ഒരു കുടുംബം കോൺഗ്രസിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതാണ് മനോരമയിൽ വന്ന വാർത്ത. അപ്പൊ ഞാനിത് നോക്കി, പക്ഷെ വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. കാരണം കലിംഗ സംവാദം എന്നൊരു സംഗതി തുടങ്ങിയ കാലഘട്ടം മുതൽ ഇങ്ങനെ ഓരോ വ്യക്തികളെ വിട്ടിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ? കാരണം അദ്ദേഹം നമുക്കറിയാം യാതൊരു രീതിയിലും രാഷ്ട്രീയക്കാരനായിട്ട് അഭിനയിക്കാൻ അറിയാത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം അഭിനയിക്കുന്നത് ആകെ സിനിമയിൽ മാത്രമാണ്, ജീവിതത്തിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ യാഥാർത്ഥ്യമായിട്ടാണ് അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നത്, പല വാക്കുകളും പറയുന്നത്. അപ്പൊ നമുക്കൊക്കെയും ഈ ഇത്തരത്തിലുള്ള വ്യക്തികളെ പരിചയമുണ്ട്. അവരുടെ ഉള്ളിൽ കള്ളം കപടം ഉണ്ടാവില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർ മുഖത്ത് നോക്കി പറയും. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തികളുമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി എന്ന വ്യക്തി. എന്നാൽ അദ്ദേഹത്തിന് വലിയ രീതിയിൽ ജനപിന്തുണയുണ്ട്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് മനുഷ്യർക്ക് അദ്ദേഹത്തെ കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് പേരെ സഹായിച്ചതിന്റെ വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ വട്ടവടയിൽ 18 കുടുംബങ്ങൾക്ക് വീട് വെക്കാനായിട്ട് 25 ലക്ഷം രൂപ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് കൊടുക്കും എന്നൊരു വാർത്ത വന്നിരുന്നു. ബാക്കി തുക ഇനി തികയാത്ത തുക ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മന്ത്രി തന്നെ കണ്ടെത്തും എന്ന രീതിയിലാണ് വാഗ്ദാനം കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം അദ്ദേഹം ഒരു കാര്യം ചെയ്യുമെന്ന് പരസ്യമായി പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് പോയി കാണുമ്പോൾ നമ്മളടുത്ത് രഹസ്യമായി പറഞ്ഞാലും അത് ഇവിടെ ആളുകൾക്ക് നടന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് നിവേദനം കൊടുക്കാനും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോകുന്നത്. ഈ കലിംഗ സംവാദം തുടങ്ങിയപ്പോൾ കലിംഗ സംവാദത്തിൽ ഒരുപാട് ആളുകൾ വരുന്നത് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പാർട്ടിക്കാർക്ക് കുരുകുട്ടി. കാരണം ഒരിക്കലും ഒരു CPM നേതാവിനോ അല്ലെങ്കിൽ ഒരു UDF കാരനോ വന്ന് ഇതുപോലെ ഒരു കലിംഗ സംവാദം നടത്താനായിട്ടുള്ള ധൈര്യമില്ല. ഒന്നാമത് 5 വർഷം ഇവരെ അധികാരത്തിൽ ഏറ്റി വെച്ചിട്ട് ഇവരെന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ നേട്ടങ്ങളായിട്ട് പറയാൻ ഒന്നും തന്നെ, കാമ്പുള്ള ഒന്നും തന്നെ ഇവരുടെ ആരെയും കൈവശമില്ല. 20 MP-മാരിൽ സത്യത്തിൽ സുരേഷ് ഗോപി എന്നൊരു MP-നെ മാത്രമേ കേരളത്തിനും അറിയൂ, ഇന്ത്യക്കും അറിയൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെയാണ്, ഓരോ ആൾക്കാരുടെ പേര് പോലും സാധാരണക്കാർക്ക് അറിയില്ല. അപ്പൊ ഇവരൊന്നും വന്ന് കലിംഗ സംവാദത്തിൽ ഇരുന്നാൽ ആരും കാണാൻ പോകില്ല. ഈ പറഞ്ഞ പോലെ സംഘടിപ്പിച്ചുകൊണ്ട് പോകണം പാർട്ടിക്കാർ, കാഴ്ചക്കാരെ. പക്ഷേ സുരേഷ് ഗോപി വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരു നിവേദനവുമായി, ഒരു പരാതിയുമായി, ഒരു ആവശ്യവുമായി ഒന്നുമില്ലെങ്കിൽ ഒന്ന് കാണാനായിട്ടെങ്കിലും ആളുകൾ ഓടി ചെല്ലുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെയെങ്കിലും ഒക്കെ നശിപ്പിക്കണം. പല രീതിയിൽ പാർട്ടിക്കാരെ വിട്ട് ഒരു വേലായുധൻ ചേട്ടനെ വിട്ട് ആദ്യം ശ്രമിച്ചു. എന്നിട്ട് 75 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ഓടിയും പിടിച്ച് നടന്നിരുന്ന വേലായുധൻ ചേട്ടന് സുരേഷ് ഗോപി അപമാനിച്ചിട്ട് വേണമായിരുന്നു CPM-നെ സഹായിക്കാൻ ഒരു വീട് വെച്ച് കൊടുക്കാൻ. മനസ്സിലായില്ല? ഇനി സുരേഷ് ഗോപി അപമാനിക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അല്ല, ഇടയ്ക്ക് വടിതായിട്ടിട്ട് എടുക്കെന്ന് പറഞ്ഞിട്ട് വടിയില്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് നല്ല ബുദ്ധി വരുന്നുണ്ടോ നോക്കാം. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കൊടി പിടിച്ച് നടക്കുന്ന അണികൾക്കെങ്കിലും നിങ്ങൾ നല്ല കാര്യം ചെയ്ത് കൊടുക്കും. രണ്ടാമതൊരു ചേച്ചിനെ കൊണ്ടുവന്നത് കരുവന്നൂരിൽ തട്ടിപ്പിൽപ്പെട്ട ഒരു ചേച്ചിയാണ്. ആ ചേച്ചി ചൂടാകുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു സുരേഷ് ഗോപിയാണ് കരുവന്നൂരിലൂടെ ഇവരുടെ പൈസ മുഴുവൻ കട്ടുകൊണ്ട് പോയത്. ആയുഷ്കാലം മുഴുവനും പണിയെടുത്ത് ഈ ചുമന്ന കൊടിക്കാരെ പോറ്റുക, എന്നിട്ട് അവരുടെ ഈ രീതിയിലുള്ള തേപ്പ് മേടിക്കുക, എന്നിട്ട് സുരേഷ് ഗോപിയെ പോലൊരു മനുഷ്യനെ കൈ കിട്ടുമ്പോൾ കോൺഗ്രസിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കൊരു വീഡിയോ വന്നതിനെ പറ്റിയും പിന്നെ അതേപോലെ തന്നെ BJP-യിലുള്ള ആളുകളെ പറ്റി എല്ലാവരും കുറ്റം പറയുന്നുവെന്നും സുരേഷ് ഗോപി എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യനെ എല്ലാവരും കരിവാരിത്തേക്കാനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുവെന്നുമാണ് സംഘിമിത്രിണി പറയുന്നത്. അല്ലയോ സംഘിമിത്രമേ, സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനോട് ആർക്കും ഒരു വിരോധമില്ലാതെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് അയാൾ നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല, നല്ല പ്രവർത്തികൾ ഒരുപാടുണ്ട്. പക്ഷേ അയാൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തികളും
ജാതിയും മതവും നോക്കി പബ്ലിസിറ്റിയും നോക്കി മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും അയാൾ ചെയ്തിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഇനി ഒന്നും ചെയ്യാനും പോകുന്നില്ല. അയാൾ പലപ്പോഴും പറയുന്നത് അയാളെന്തോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അയാൾ തന്നെ സ്വയം പറഞ്ഞ് നടക്കുകയാണ്. നിങ്ങളൊരു കാര്യം പറയുന്നുണ്ട്, സുരേഷ് ഗോപി ഒരു സ്ഥലത്ത് പോയി, ബാക്കിയുള്ള 20 എംപിമാരെ കാണാനില്ല, സുരേഷ് ഗോപി ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ കാണാനായിട്ടും നിവേദനം കൊടുക്കാനായിട്ടും അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയും ഒരുപാട് ആളുകൾ വരുമെന്നുള്ളത്. നിങ്ങൾ ആദ്യം പറഞ്ഞൊരു കാര്യത്തിനോട് യോജിക്കുന്നു. സുരേഷ് ഗോപിയുടെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ കാണാൻ വരും. എന്തുകൊണ്ടാണ്? സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു സിനിമാ നടനെ കാണാൻ വേണ്ടിയിട്ടാണ്. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും മാറി മാറി അഭിനയിക്കുന്ന ആ ഒരു വലിയൊരു നടനെ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വരുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞൊരു വലിയൊരു കോമഡി, സിനിമയിൽ മാത്രമേ അയാൾക്ക് അഭിനയിക്കാൻ അറിയുള്ളൂ, രാഷ്ട്രീയത്തിലും ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളത്. അയാൾക്ക് ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. സിനിമയിൽ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമെന്നും എനിക്കറിയാം. സിനിമയിൽ അയാൾ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ള ഏത് വേഷങ്ങളിലാണ്? പോലീസ്, കളക്ടർ, കമ്മീഷണർ, അങ്ങനെയുള്ള ഒരുപാട് വേഷങ്ങളിലാണ് അയാൾ അഭിനയിച്ചിട്ടുള്ളത്. എല്ലാ സിനിമകളുടെയും അല്ലെങ്കിൽ എല്ലാ ക്യാരക്ടറിൻ്റെയും ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ, അതായത് പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ, അത് രാഷ്ട്രീയത്തിലുള്ള ആളുകളെ എതിർക്കുക, അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക. അങ്ങനെയുള്ള എല്ലാ കഥാപാത്രങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഒരു പോലീസ് ഓഫീസറിനോട് എതിർക്കുക, അല്ലെങ്കിൽ ഒരു ഫുള്ളായിട്ടുള്ളൊരു ആഭ്യന്തരത്തിനോട് എതിർക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാ സിനിമകളുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ളൊരു വ്യക്തി ഈ പൊളിറ്റീഷ്യനായിട്ട് വന്നപ്പോൾ അതേ സാധനം അവിടെ എന്താണോ സിനിമയിൽ ചെയ്യുന്നത്, സ്ക്രിപ്റ്റ് വായിച്ച് എന്താണോ പറഞ്ഞു കൊടുക്കുന്നത്, അതെന്താണോ അയാൾ ചെയ്യുന്നത്, ആ സെയിം സാധനം ഇവിടേക്ക് അങ്ങോട്ട് യൂസ് ചെയ്യാൻ നോക്കുന്നു. അങ്ങനെ യൂസ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. അത് റിയൽ ലൈഫ് അല്ല, അത് സിനിമയാണ്, ഇത് റിയൽ ലൈഫാണ്. ഈ റിയൽ ലൈഫിൽ സുരേഷ് ഗോപി അഭിനയിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കില്ല മോളെ. നിങ്ങളുടെ സംഗീത മെഴുകലൊക്കെ നിങ്ങളുടെ ചാനലിലും നിങ്ങളുടെ ആളുകളുടെ അടുത്തും മതി. അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് കുറേ മരവാഴകളും കമൻറ്റ് ബോക്സിൽ പോയി കമൻറ്റ് ഇടുന്നുണ്ട്. ഇയാളുടെ ഉള്ളിലുള്ള ജാതീയ ബോധത്തെപ്പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? വാക്കൊന്നേ ഉണ്ടാവുള്ളൂ, ഒരു തന്തേ ഉണ്ടാവുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും പറയുന്നുമില്ല, അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാവാനും സാധ്യതയില്ല. അങ്ങനെയെങ്കിലും അയാളുടെ ജാതീയ ബോധത്തെപ്പറ്റിയും മതബോധത്തെപ്പറ്റിയും എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതിനെപ്പറ്റി നിങ്ങൾ കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. അയാൾ ഈ പറയുന്ന ഉന്നത കുലജാതനാവണം, ഉന്നത കുലജാതനെ സേവിക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇയാൾ പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്നും നിങ്ങൾക്ക് മിണ്ടാനില്ല. ഈ വലിയ കഴിവുള്ളൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ, ഒറ്റ തന്തയ്ക്ക് പിറന്നൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ, സ്വന്തം ശാഖയിൽ ഒരു പയ്യനെ പീഡിപ്പിച്ച്, അതായത് ഒരു പയ്യനെ, അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ ഒരുമാതിരി എന്താ പറയുക, പെണ്ണുങ്ങളോട് പോലും കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ കാമവെറി ആ പയ്യൻ്റെ അടുത്ത് കാണിക്കുകയും അവനൊരു OCD പേഷ്യൻ്റായി മാറുകയും പിന്നീട് അവൻ തന്നെ സ്വയമേ അവൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതിനെപ്പറ്റി കമാന്നൊരു അക്ഷരം മിണ്ടാനായിട്ട് നിങ്ങളുടെ ഈ സുരേഷ് ഗോപി ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് സാധിക്കുമോ? ഇല്ല. അവിടെയാണ് ഒറ്റത്തന്തയ്ക്ക് പിറന്നതാണോ എന്നുള്ളൊരു ചോദ്യവും അല്ലെങ്കിൽ ആണത്തമുണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ഉയർന്നു വരുന്നതും പ്രസക്തമാകുന്നതും. അപ്പോൾ സുരേഷ് ഗോപിയെ മെഴുകാൻ പോകുന്നവർ, സുരേഷ് ഗോപി ഇന്നലകളിൽ ചെയ്യുന്നതും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വൃത്തികെട്ട പരിപാടികൾ കൂടി ഒന്ന് സംസാരിക്കേണ്ടിയിരിക്കുന്നു. അതിൽ ഇന്നലെയോ മുൻപോ അങ്ങോട്ട് ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തികളെ എല്ലാം എടുത്തിട്ട് മെഴുകേണ്ടത്. അതിൽ ഇന്ന് എന്താണ് ചെയ്യുന്നതെന്നുള്ളതാണ് ജനങ്ങൾ നോക്കുന്നത്. ഇന്നലെയോ ഞാൻ നോക്കുക ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് നമ്മൾ പലപ്പോഴും പറയും. എന്നാൽ ഇന്നെന്താണ് ഞാൻ ചെയ്യുന്നതെന്നാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. അല്ലാതെ മുൻപ് ചെയ്തതൊക്കെ ചരിത്രമായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ചരിത്രമായ ഒരു കാര്യത്തിനെ വീണ്ടും എടുത്തുകൊണ്ട് വന്നിട്ട് പഠിപ്പിക്കാൻ നോക്കുമ്പോൾ അത് ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധമുണ്ടോ എന്നുകൂടെ നോക്കണം. ഈ സുരേഷ് ഗോപി ഈ പറയുന്ന ട്രെയിൻ മെട്രോ വരുമെന്ന് പറഞ്ഞത് 2019 പറഞ്ഞാണ്. 25 ആയപ്പോഴത്തേക്കും അതങ്ങ് മറന്നു. അങ്ങനെയുള്ള സുരേഷ് ഗോപി ഇത്രയും വലിയ ഒരു നന്മമരമാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാലേ അംഗീകരിക്കാൻ കുറച്ച് പാടാ ചേച്ചിയെ. ഈ ചേച്ചി കൂട്ടുപിടിക്കുന്ന വേറെ ചാനലും ഉണ്ട്, വെനൻ TV. വെനൻ TVയിലെ ചാനലിലെ വീഡിയോസാണ് ചേച്ചിക്ക് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. രണ്ടും ഒരേപോലെ തന്നെ. ചാണകം മെഴുകലിന് പറ്റിയ പ്ലാറ്റ്ഫോം, അവർക്ക് കൊടുക്കാൻ പറ്റാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ ബൂസ്റ്റിങ്ങും കൊടുക്കുന്നുണ്ട്. നല്ലതാ, ചെയ്തോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റിനെയും ഈ കോൺഗ്രസിനെയും ആണ് കുറ്റം പറയാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. പക്ഷേ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയണം, മോശം കണ്ടാൽ മോശം എന്ന് പറയണം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റും നമുക്ക് നല്ലത് പറയാനില്ല, കോൺഗ്രസിനെ പറ്റി നല്ലത് പറയാനില്ല, എല്ലാം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. സുരേഷ് ഗോപിയുടെ ഉള്ളിലുള്ള ഈ ജാതി, വർണ്ണം, മതം, വിവേചനം, ഈ സാധനങ്ങളൊക്കെ കെട്ടിപ്പൂട്ടിക്കൊണ്ട് എന്നേ അടിച്ചോടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.